നിങ്ങളുടെ നീറ്റ് സ്കോർ 250ക്കും 400നും ഇടയ്ക്കാണോ? MBBS ആണോ ഫസ്റ്റ് പ്രിഫറൻസ്? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, 250ക്കും 400നും ഇടയ്ക്ക് കേരളത്തിൽ നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടാൻ ചാൻസ് ആണ്. എന്ത് കാറ്റഗറി ആണെങ്കിലും കിട്ടാൻ പോസിബിലിറ്റി ഇല്ല. പിന്നെ ഉള്ളത് ആകെ NRI കോട്ട മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത്. അതെ, കേരളത്തിലെ NRI ഫീസ് എന്ന് പറയുമ്പോൾ ഈ വർഷം നമുക്കറിയാം അറൗണ്ട് 22.5 ആണ് അല്ലേ ഒരു വർഷം ഫീസ് മാത്രം വരുന്നത്. അപ്പോൾ അതർ ഫീസ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള 25+ ഒരു വർഷം വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിലോ 400 ആളുകളെ സംബന്ധിച്ച് എന്തായാലും ആ ഒരു ഓപ്ഷൻ മാത്രമാണ്. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിക്കാർക്കും ആ ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അതെ അല്ലേ കേരളത്തിൽ. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ അത് വിട്ട് മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഡീംഡ് തന്നെയായിരിക്കും അല്ലേ? ഡീംഡ് കോളേജ് ആളുകൾക്ക് അറിയാവുന്നത് മാത്രമാണ്, ഡീംഡ് മാത്രമാണ് അറിയാവുന്ന ഒരു ഓപ്ഷൻ. അല്ല, മിക്കവരും പറയും നമുക്ക് കേരള കിട്ടിയാൽ NRI അല്ലെങ്കിൽ ഡീംഡ് എന്നുള്ള ഓപ്ഷനാണ് എല്ലാവരും. ആളുകൾ ചൂസ് ചെയ്യുന്നതിന് വേറൊരു കാര്യമുണ്ട്. NRI ഡോക്യുമെന്റ് ഇല്ലാത്തവരും ഡീംഡ് ചൂസ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ കേരളത്തിൽ കിട്ടില്ലെങ്കിൽ ഡീംഡ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. അതെ, ഒരു 400 ബിലോ സ്കോർ ഉള്ളവരെ സംബന്ധിച്ച് ഡീംഡിൽ തന്നെ കുറഞ്ഞ ഫീസുള്ള കോളേജുകൾ, അത് നമ്മുടെ JSSO അല്ലെങ്കിൽ നമ്മുടെ മണിപ്പാൽ, കസ്തൂർബ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്കൊരു ബിലോ 400 ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയാണല്ലോ ഒരു 20 lakh എബോവ് അവർക്ക് ഡീംഡിൽ ഏതായാലും ഫീസ് വരും എന്നുള്ള 100% ഉറപ്പാണ് അല്ലേ? അതെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കിട്ടിയേക്കുന്ന പോലെ കോളേജിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. ഒരു 18 lakhsനൊക്കെ ഈ 23 ഉള്ള കോളേജൊക്കെ 18 lakhsനൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് രീതിയിലുള്ള സീറ്റ്സ് തന്നിട്ടുണ്ടായി. അത് ഡീംഡിൽ നമുക്ക് നെഗോഷ്യബിൾ, നമുക്ക് അതിലേക്ക് വരാം. നോർമലി ഒരാൾക്ക് സീറ്റ് എടുക്കാനായിട്ട് എങ്ങനെയാണല്ലോ ഒരു ബിലോ 400 റേഞ്ചുള്ള ആളെ സംബന്ധിച്ച് 20 lakhs 20+ ആവും. ടോപ്പ് റേഞ്ചിലുള്ള കോളേജുകൾ വരണമെന്നില്ല. അതെ, വരണം. എസ്പെഷ്യലി ഒരു ബിലോ 300 ഒക്കെ ആയി കഴിഞ്ഞാൽ. അതെ. ഓക്കെ, ആ ഒരു ഓപ്ഷനോട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ആളുകൾ കൂടുതൽ നോക്കുന്നതാണ് നമ്മുടെ തമിഴ്നാട് ഓപ്ഷൻ അല്ലേ? അതൊരു കെണി തന്നെയാണ് ആക്ച്വലി. നമ്മൾ ഫീസ് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 13.5 ആണ് സൈറ്റിലൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അറൗണ്ട് കേരള NRI ഫീസ് ആവുന്നുണ്ട് തമിഴ്നാട്ടിൽ പഠിക്കാനായിട്ട്. അതെ, ഒരു 1 crore ബഡ്ജറ്റ് എന്തായാലും പ്രതീക്ഷിച്ച് മാത്രമേ തമിഴ്നാട്ടിൽ ഏത് കോളേജ് എടുക്കാൻ പോകാവുള്ളൂ. അവർ ആ ഫീസ് എങ്ങനെയാലും നിങ്ങളോട് കളക്ട് ചെയ്തിരിക്കും ഉറപ്പായിട്ട്. അതെ, ലാബ് ഫീ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ, പല പേരിൽ നമ്മൾ അടയ്ക്കാൻ ബില്ലിംഗ് ആണെങ്കിൽ നമ്മളോട് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയുക, ചെല്ലുമ്പോൾ തന്നെ പറയും. അതെ. ലാസ്റ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷനും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ തമിഴ്നാട് എന്ന് പറയുന്നത് 100 വട്ടം ആലോചിച്ചിട്ട് തന്നെ പോവുക. കേരള NRI ആയിരിക്കും അതിലും ബെറ്റർ അല്ലേ? കാരണം നമുക്ക് കിട്ടുന്ന കോളേജ് നല്ലതാണോന്നില്ല, ഒത്തിരി ഉള്ളിലേക്കുള്ള കോളേജുകളൊക്കെ ആയിരിക്കും. അല്ല, അവിടുത്തെ ഏറ്റവും നല്ലൊരു ടോപ്പ് ക്വാളിറ്റി കോളേജ് കിട്ടണമെങ്കിൽ 400 above സ്കോർ വേണം. അല്ലെങ്കിൽ താഴത്തേക്ക് കിട്ടുന്ന കോളേജ് ഈ പറഞ്ഞ ഒരു ബിലോ ആവറേജ് ക്വാളിറ്റിയുള്ള കോളേജാണ് തമിഴ്നാട്ടിലും കിട്ടുന്നത് ആക്ച്വലി. അതെ, അതാണ് തമിഴ്നാടിൻ്റെ ഒരു വശം. പിന്നെ നമ്മൾ ആക്ച്വലി പിന്നെ വരുന്നതാണ് കർണാടക അല്ലേ? കർണാടക ആളുകളെല്ലാം മിക്ക ആളുകളും KA രജിസ്റ്റർ ചെയ്തിടാറുണ്ട്. കാരണം കേരളം കഴിഞ്ഞ ഏറ്റവും പ്രിഫറൻസ് ഉള്ള സ്ഥലമാണ് കർണാടക. 11.5 ഒക്കെയാണ് ഫീസ് കാണുന്നത്. അതെ, മിക്കവരുടെയും ധാരണയാണ് കേരള കിട്ടിയാൽ ചിലപ്പോൾ കർണാടക കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും കേരള അതുപോലെ തന്നെ കർണാടക കട്ട് ഓഫുകൾ തമ്മിൽ കാര്യമായൊരു ഡിഫറൻസ്. നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പോലെ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ആർക്കും അപ്ലൈ ചെയ്യാം. സോ ഏറ്റവും കൂടുതൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് കർണാടകത്തിൽ. കേരളത്തിൻ്റെ കട്ട് ഓഫ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു 10-20 മാർക്ക് എല്ലാ സ്റ്റേറ്റിലും കിട്ടാത്ത 20 മാർക്ക് വരെ കുറവുള്ളവർ വന്ന് എടുക്കുന്ന ഒരു സ്ഥലമാണ് കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ ബിലോ 400 ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡീംഡിൽ ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഹോൾഡറുള്ള ആളുകൾ ത്രൂ നെഗോഷിയേറ്റ് ചെയ്തെടുക്കുക അല്ലേ? അതൊരിക്കലും വലിയ ടോപ്പ് ലെവലിലുള്ള കോളേജൊന്നും ആയിരിക്കത്തില്ല, നമുക്ക് ആവറേജ് കോളേജ് ആയിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ഒരു പക്ഷേ ഒരു 17-18 അല്ലേ ആ ഒരു ബഡ്ജറ്റിലൊക്കെ കിട്ടിയേക്കാം. മാർക്കറ്റ് ഡിപ്പെൻഡ് ആണ് അത് ആക്ച്വലി. മാർക്കറ്റ് ഫീസ് കൂടുതലായിട്ടാണ്, ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അവർ ചിലപ്പോൾ കുറയ്ക്കാണ്ടിരുന്നത്. അതെ, 13-14 വരെ താഴ്ന്ന വർഷങ്ങളുണ്ട്. അതെ. മേ ബി ഒരു 17-18 നമുക്ക് ഈ വർഷം കിട്ടിയേക്കാം അല്ലേ? അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകൾ അധികം ആരും ശ്രദ്ധിക്കാത്ത, ഈ തമിഴ്നാട് കർണാടക ഒഴിച്ചുള്ള സ്റ്റേറ്റ്സുകൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ആന്ധ്ര, തെലങ്കാന പോലുള്ള ഓപ്ഷൻസ്, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിക്കൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവിടെ. മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഒരു 350 ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ വളരെ ലോ ഫീസിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസിനേക്കാളൊക്കെ വളരെ ലോ ഫീസിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അതെ, പിന്നെ അതുപോലെ തന്നെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, നോർത്തിൽ നമുക്ക് ഫീസ് വളരെ കുറച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ, ഈ പറയുന്ന ഒരു 250-400 കാറ്റഗറിക്കാർക്കുള്ള മറ്റൊരു ഓപ്ഷനാണ് നോർത്ത് ഇന്ത്യ. അതെ, മേ ബി UP അതുപോലെ തന്നെ ഹരിയാന സ്റ്റേറ്റ്സിലൊക്കെ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ് നമുക്കൊരു 70 lakhsനൊക്കെ എൻ്റെ കോഴ്സ് തീർക്കാനുള്ള ഓപ്ഷൻ. അതായത് 70 ലക്ഷത്തിനുള്ളിൽ കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് തീർക്കാൻ പറ്റും ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ്. അങ്ങനെ കേരളമായിട്ട് ഈ പറയുന്ന പോലെ ഒരു 15 lakhs ഏറ്റവും മാക്സിമം ഡിഫറൻസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ 10 lakhs ഡിഫറൻസ് വരുന്നുള്ളൂ. അതെ, അത് കോളേജ് ക്വാളിറ്റീസിലൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാകും. നമ്മളത് കറക്റ്റായിട്ട് പ്രോപ്പർ അറിയാവുന്ന ആളുകൾ ത്രൂ തന്നെ എടുക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ, ഒത്തിരി ട്രാപ്പ് കൂടെ ഉണ്ട്. ഈ പറഞ്ഞ എക്സ്ട്രാ ഫീസിൻ്റെ ഒരു പെരുമഴ തന്നെയുള്ള സ്ഥലമാണ് ആക്ച്വലി UP.
യു പിയിലും ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള എക്സ്ട്രാ ഫീസസ് ഉണ്ട്. നിങ്ങൾ അറിയാത്ത കോളേജിലേക്കാണ് നിങ്ങൾ ആക്ച്വലി ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അത് മാത്രമല്ല എല്ലാ വർഷവും മിനിമം ഒരു 20 കോളേജെങ്കിലും തുടങ്ങുന്ന സ്ഥലമാണ് യു പി. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു 4-5 ഇയറുള്ള ട്രെൻഡാണ്. 10 to 20 കോളേജ് എല്ലാ ഇയറിലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോക്കി മാത്രം കോളേജ് ചൂസ് ചെയ്യുക. കാരണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 2 lakhs സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉണ്ട്. ഒരു പ്രോപ്പർ ചാനലിലൂടെ പോയി കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള ഗൈഡൻസിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈവൻ ദോ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിലും MBBS സീറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇന്ത്യയിലുണ്ട്. അതെ. അതേസമയം ഈ ഒരു 250-400 കാറ്റഗറിക്കാരുടെ മറ്റൊരു ഒരു ചിന്തയാണ്, ഇത് റിപ്പീറ്റിന് പോകണോ. ചിലപ്പോൾ 1-2 വർഷം ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവർ, ഒന്നുകൂടെ റിപ്പീറ്റ് പോകണോ എന്നുള്ളത്. അത് ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ കേസ് ടു കേസാണ്. നിങ്ങൾ റിപ്പീറ്റിന് പോകണം അല്ല പോകണ്ട നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വീഡിയോയിൽ എടുത്ത് പറയാൻ പറ്റുന്നതല്ല ആക്ച്വലി. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു 400 സ്കോർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് ഓപ്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ് അല്ലേ. അതെ. കാരണം അവർ കോമ്പീറ്റ് ചെയ്യുന്നത് 500s ഒക്കെ റേഞ്ച് സ്കോർ ചെയ്തിരിക്കുന്ന ആളുകളുമായിട്ടാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ കേരള സെൽഫ് ഫിനാൻസിങ് ഫീ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ മേ ബി വേണം ഒന്നുകൂടി ട്രൈ ചെയ്യാം അല്ലേ. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. പിന്നെ കുട്ടി ഓൾറെഡി പഠിച്ച് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പ്രഷറിലേക്ക് തള്ളിവിടാൻ, അത് നമ്മൾ ആദ്യം അത് കൺസിഡർ ചെയ്യേണ്ട കുട്ടികളുടെ അഭിപ്രായം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ. അവർ പഠിക്കാൻ അത്ര കോൺഫിഡൻ്റ് ആണ്, എനിക്ക് പോകണം, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരത് നേടിയെടുത്തേക്കാം. അതേസമയം ടെൻഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതെ അല്ലേ, ഇത് ഒരു അർത്ഥമുള്ള കാര്യമായി മാറണമെന്നില്ല. അത് പേരൻസ് ബേസിക്കായിട്ട് കുട്ടികളുടെ ആ ഒരു കാലിബർ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതിനകത്ത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. എൻ്റെ കുട്ടി പോയി കഴിഞ്ഞാൽ അവനെ കൊണ്ട് അത് പറ്റുന്ന കാര്യമാണോ. ഇപ്പോൾ പഠിത്തമല്ലല്ലോ എല്ലാത്തിനും മെയിൻ. നമ്മുടെ കുട്ടി പഠിക്കാൻ അത്ര പോരാന്ന് തോന്നുന്നു, നമ്മൾ അതിനനുസരിച്ച് ഉള്ള മെഷേഴ്സ് ഓപ്ഷൻസ് നോക്കുക. അതായത് ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു റൂളൊക്കെ നെക്സ്റ്റ് ഇയറിലേക്ക് മാറിയേക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻസ് നോക്കി ചൂസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു വൈസ് ഡിസിഷനായിട്ട് പറയാനുള്ളത്. അതെ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ 2 കേസ് പറഞ്ഞു, ഇപ്പോൾ റിപ്പീറ്റ് പോകുന്ന കാര്യം പറഞ്ഞു, MBBS എടുക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം നമുക്കൊരു ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു പെർ ഇയർ 12 എങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാറ്റഗറിക്കാർക്ക് MBBSയിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇന്ത്യയിൽ അല്ലേ. കുറേ പേര് വെളിയിലോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാറുണ്ട്, അബ്രോഡ് പോകുന്നതിനെ പറ്റി അല്ലേ. നമുക്ക് ആക്ച്വലി അവരോട് പറയാനുള്ള നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഒരു കാരണവശാലും ചൂസ് ചെയ്യരുതാത്തൊരു ഓപ്ഷനാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഓൾ ഓവർ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ മലയാളി സ്റ്റുഡൻസ് എല്ലാ വർഷം വെളിയിൽ പോയി പഠിക്കുന്നവരുണ്ട്. ആക്ച്വലി ഇപ്പോൾ MBBS എന്നൊരു പേരുണ്ടാക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണല്ലോ. എന്താ പറയുന്നത്, ഈയിടെ നമ്മളൊരു പരസ്യം കണ്ടിരുന്നു, ആദ്യമായിട്ട് കെഡാവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കോളേജിൽ. ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് ഡെഡ് ബോഡി പോലും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ പോയി പഠിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ചോയ്സ് മാത്രമാണത്. ഇപ്പോൾ ഇവർക്ക് ഈ പേര് കിട്ടിയേ പറ്റുള്ളൂ, അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതിനായിട്ട് പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പേഴ്സണലി സജസ്റ്റ് ചെയ്യാറില്ല. നമ്മളെ വിളിക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ നമുക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസി വർക്ക് ചെയ്യുന്ന ഏരിയ ആക്ച്വലി എബ്രോഡ് MBBSയിലാണ്. അതെ അതെ അതെ. നമുക്കും ആക്ച്വലി ഇഷ്ടംപോലെ ഓഫീസ് വരാറുണ്ട്. നമ്മളതിന് അതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മളൊരു എത്തിക്സ് അനുസരിച്ച് ചൂസ് ചെയ്യാറില്ല. ഇതുവരെ അതിൽ കൈ വെക്കാത്തതിൻ്റെ കാര്യം നമുക്ക് അതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഫ്രണ്ട് ലൈവ് എക്സാമ്പിൾസ് നിൽക്കുവാണ്. ഈ പഠിച്ചിറങ്ങിയിട്ട് തന്നെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. മൂത്ത കുട്ടി എബ്രോഡ് പോയ കുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടീനെ ഒരിക്കലും എബ്രോഡ് പഠിക്കാൻ വിടാറില്ല. അതെ അതെ അതെ. അത് ഒരു അനുഭവം ഫാക്റ്റാണ്. അതെ അതെ, നോൺ ഫാക്റ്റാണത്. ആദ്യത്തെ സ്റ്റുഡൻറ്റ് എബ്രോഡാണ് പഠിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് എനിഹൗ അവർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സീറ്റ് കിട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അത് പൊതുവേ അങ്ങനെയാണ്. പിന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് ഏതെങ്കിലും സ്റ്റുഡൻസ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മണി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങളോട് ചിലപ്പം റെഫറൻസ് പറയുന്നവരായിരിക്കാം. പിന്നെ ബഡ്ജറ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് മാത്രമായിട്ട് ഓപ്ഷൻ ഉള്ളൂ. ബഡ്ജറ്റ് ഇല്ല, MBBSന് പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് അവരെ കൂടുതൽ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, അവരതിനെ പോവുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല അവരെ സംബന്ധിച്ച്. അതെ. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോഴാണ് ആക്ച്വലി ഇപ്പോൾ നമുക്ക് MBBSന് ബഡ്ജറ്റ് ഇല്ല, ഇനിയിപ്പോൾ റിപ്പീറ്റിന് പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ പിന്നെ ഒരു BDSയിലേക്ക് ആലോചിക്കാവുന്നതാണ് അല്ലേ. കാരണം ബഡ്ജറ്റ് വൈസ് ആണെങ്കിൽ പോലും MBBSൻ്റെ പകുതി ഫീസിന് നമുക്ക് BDSും അതിൻ്റെ PG കോഴ്സായി MDSും പഠിച്ചിറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്കൊരു ഫിനാൻഷ്യലി നമുക്കൊരു ഒരിക്കലും ബേർഡൻ ആവുന്നില്ല. BDS ഈ പറയുന്ന പോലെ ഈ 250 to 400 സ്കോർ ഉള്ളവർക്ക് ബെറ്റർ കോളേജിൽ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഒരു വെറ്റിനറി കോഴ്സിലേക്ക് എത്താൻ പോലും ഇവർക്ക് ഈ പറഞ്ഞൊരു 30 lakhs ഒക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സ്കോർ പോലും പ്രശ്നമില്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ. ഈ വെളിയിൽ പോയി പഠിക്കുന്നതിനേക്കാളൊക്കെയോ അല്ലെങ്കിൽ വേറെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ട് 30 lakhs ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ഈ BDSൻ്റെ പാക്കേജേ ആവുന്നുള്ളൂ, വെറ്റിനറി പഠിക്കാനും ആവുന്നുള്ളൂ. ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതെ, അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു സ്കോറുകാർക്കോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ അല്ലേ. അതെ, ബാക്കിയെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അതെ അതെ, ഇൻഡിവിജ്വലി നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പേഴ്സണൽ കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാം. അതെ അല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. താങ്ക് യു.